ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിലെ മുമ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിലെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ എക്സസൈസിലെ മുമ്പുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. 2ാമത്തെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണിത്. സീ ദീസ് പിക്ചേഴ്സ്. അവിടെ കുറച്ച് സ്ക്വയറുകൾ കൊടുത്തിട്ടുണ്ട്, സ്ക്വയറുകളുടെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദയർ ഇൻ ദ പിക്ചർ, ഇൻ ഈച്ച് പിക്ചർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര ചെറിയ സ്ക്വയറുകളുണ്ട്. ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്, വലിയ സ്ക്വയറുകൾ എത്രയുണ്ട്. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ, ഓരോ പിക്ചറിലും എത്ര സ്ക്വയറുകൾ വീതമുണ്ട്. ആദ്യം സ്മോൾ സ്ക്വയേഴ്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, പിന്നെ ലാർജ് സ്ക്വയർ ചോദിച്ചു, ലാർജും സ്മോളും എല്ലാം കൂടെ കൂടി ടോട്ടൽ എത്ര സ്ക്വയറുകളുണ്ട് എന്ന് കണ്ടുപിടിച്ചെഴുതുക. If we continue the pattern of pictures, are the sequences above arithmetic sequences? അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ പാറ്റേൺ എഴുതി കഴിഞ്ഞാൽ തുടർന്ന് വരുന്നത് കൂടെ എഴുതിയാൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസിലാണോ എന്ന് പരിശോധിക്കുക. നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ആ ഫിഗറിൽ നോക്കിയിട്ട് എഴുതിയാൽ മാത്രം മതി, എളുപ്പമാണ്. അരിത്തമെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റ്യൻസിന് ഈ ആദ്യ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ക്വസ്റ്റ്യൻ കുറേ നീളമുണ്ടെന്നുള്ളൂ, ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ പടത്തിൽ നോക്കുക. നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് ഇൻ ദ ഫസ്റ്റ് പിക്ചറിലാകെ 2 സ്ക്വയറേ ഉള്ളൂ, ഈക്വൽ ടു 2. നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് ഇൻ ദ സെക്കൻഡ് പിക്ചറിൽ നോക്കിയാൽ 4 ഉണ്ട്, ഈക്വൽ ടു 4. നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് ഇൻ ദ തേർഡ് പിക്ചറിൽ അവിടെ 2 റോ ഉണ്ട്, അതിൽ 3 വീതം. അപ്പോൾ അങ്ങനെ ആകെ 6 സ്ക്വയേഴ്സ് ഉണ്ട്. നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് ഇൻ ദ ഫോർത്ത് പിക്ചറിൽ 2 റോയിൽ 4 വെച്ചിട്ട്, അപ്പോൾ 4 4 8 ഈക്വൽ ടു. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ വലിയ സ്ക്വയർ ഇതൊന്ന്, ഇവിടെ ഇങ്ങനെ ഒന്നെടുക്കാം, ഇങ്ങനെ ഒന്നെടുക്കാം, അങ്ങനെ ഓരോന്നും എടുത്താൽ. നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് ഇൻ ദ ഫസ്റ്റ് പിക്ചറിൽ 2 ചെറിയ സ്ക്വയർ ആയിട്ട് ഒരു കോളം ആയിട്ടുള്ളത്, അപ്പോൾ അവിടെ ലാർജ് സ്ക്വയർ അവിടെ ഇല്ല, 0. നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് ഇൻ ദ സെക്കൻഡ് പിക്ചറിലെ വലിയ സ്ക്വയറുകൾ, അവിടെ ഒരു 4 ചെറിയ സ്ക്വയർ ആയിട്ട്, ഇവിടെ ഇപ്പോൾ ഒരു എണ്ണേ ഉള്ളൂ, ഒരു വലിയ സ്ക്വയറേ ഉള്ളൂ, 1. നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് ഇൻ ദ തേർഡ് പിക്ചറിൽ നേരത്തെ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ നമുക്കൊരു വലിയ സ്ക്വയർ എടുക്കാം. ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കി അവിടുന്ന് നമുക്ക് ഒരു വലിയ സ്ക്വയർ എടുക്കാം. അപ്പോൾ അവിടെ നമ്പർ ഓഫ് ലാർജ് സ്ക്വയർ ഇൻ ദ തേർഡ് പിക്ചർ 2. നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് ഇൻ ദ ഫോർത്ത് നാലാമത്തെ പിക്ചറിനകത്ത് ഒരു സൈഡിൽ നമുക്ക് 4 ചെറിയ സ്ക്വയർ കൂട്ടിയിട്ട് ഒരെണ്ണം എടുക്കാം. അതുപോലെ നടുക്കത്തെ 4 കൂട്ടിയിട്ട് ഒരു സ്ക്വയർ ആക്കി എടുക്കാം. പിന്നെ റൈറ്റ് സൈഡിലേക്കുള്ള 4 ചെറിയ സ്ക്വയർ കൂട്ടിയിട്ട് ഒരു വലിയ സ്ക്വയർ എടുക്കാം. അങ്ങനെ നമുക്ക് 3 അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് ഇവിടെ 3. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഈച്ച് പിക്ചർ. അപ്പോൾ സ്മോൾ സ്ക്വയേഴ്സും ലാർജ് സ്ക്വയേഴ്സും എല്ലാം ചേർത്തിട്ട് ആകെ എത്ര സ്ക്വയർ ഉണ്ട്. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ദ ഫസ്റ്റ് പിക്ചർ ടോട്ടൽ നമ്പറാണ്. ആദ്യത്തെ സ്ക്വയറിൽ ആദ്യത്തെ ഫിഗറിൽ നമുക്ക് 2 ചെറിയ സ്ക്വയർ മാത്രമേ ഉള്ളൂ, വലിയ സ്ക്വയർ അതിനകത്തില്ല. 2 ചെറിയ സ്ക്വയറിൽ മുകളിലും താഴെയായിട്ടുള്ളൂ. അപ്പം ആകെ നമുക്ക് 2 സ്ക്വയർ മാത്രമേ ആദ്യത്തെ പിക്ചറിനകത്തുള്ളൂ. അപ്പം നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ദ ഫസ്റ്റ് പിക്ചർ ഈക്വൽ ടു 2. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ദ സെക്കൻഡ് പിക്ചറിൽ നമ്മൾ 4 ചെറിയ സ്ക്വയറും അതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു വലിയ സ്ക്വയറും കണ്ടുപിടിച്ചിട്ടുണ്ട്. തൊട്ട് മുന്നിലെ സബ് ക്വസ്റ്റ്യനകത്ത് അതുണ്ട്, നമ്മൾ ഓരോന്നും എടുത്തിട്ടുണ്ട്, അത് കൂട്ടി എഴുതിയാൽ മാത്രം മതി ഇവിടെ. അപ്പോൾ അവിടെ ഈക്വൽ ടു 4 + 1 ഈക്വൽ ടു 5 എണ്ണമാണ് അവിടെ ഉള്ളത്. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ തേർഡ് പിക്ചറിൽ നമുക്ക് കിട്ടിയത് 6 ചെറിയ സ്ക്വയറും അതിനെ ചേർത്തിട്ടുണ്ടാക്കിയ വലിയ സ്ക്വയർ 2 ഈക്വൽ ടു 6 + 2 ഈക്വൽ ടു 8 സ്ക്വയറാണ് ടോട്ടൽ ഉള്ളത്, വലുതും ചെറുതും എല്ലാം കൂടെ കൂട്ടി. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ദ ഫോർത്ത് പിക്ചർ ഈക്വൽ ടു, നാലാമത്തെ പിക്ചറിൽ നമുക്ക് ചെറിയ സ്ക്വയർ കിട്ടിയത് 8 ഒരു റോയിൽ 4 4 8. പിന്നെ അവിടെ വലിയ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചത് 3 അപ്പോൾ 8 + 3 ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എല്ലാ സ്ക്വയറിനെയും കൂടെ കൂട്ടിയിട്ട് അവിടെയുള്ള ആകെ എണ്ണം എത്ര.
നമുക്ക് തന്നിരിക്കുന്ന പിക്ചറിൽ സീക്വൻസ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടില്ല, അതിന് മുമ്പ് നമുക്ക് തന്ന 1 2 3 4 പിക്ചർ ഉണ്ട്, അതെല്ലാം കൂടെ കൂട്ടി ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ ഇതെല്ലാം കൂടെ കൂട്ടി എഴുതിയാൽ മതി. 2 + 5 + 8 + 11 കൂട്ടിയാൽ നമുക്ക് 26 എണ്ണം കിട്ടും. ടോട്ടൽ 26 സ്ക്വയേഴ്സ് നമുക്ക് കിട്ടും. ഇഫ് വി കണ്ടിന്യൂ ദ പാറ്റേൺ ഓഫ് പിക്ചേഴ്സ് ആർ ദ സ്ക്വയേഴ്സ് എബോവ് അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് ഈ പാറ്റേൺ നമ്മൾ തുടർന്ന് പോവുകയാണെങ്കിൽ ഇത് അരിത്തമെറ്റിക് സീക്വൻസിലാണോ? നമുക്ക് പാറ്റേൺ എഴുതി നോക്കാം. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാം. ഞാൻ എളുപ്പത്തിനൂടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കോപ്പി ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആൻസർ അതിൽ എഴുതി പോവാം. ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് ആൻസർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് ആൻസർ പറഞ്ഞു നോക്കാം. ഫസ്റ്റ് സീക്വൻസ് ഓഫ് ദി നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ്. സ്മോൾ സ്ക്വയേഴ്സിന് നമ്മൾ സീക്വൻസ് എഴുതുവാണെങ്കിൽ നമുക്ക് കിട്ടിയത് 2 4 6 എന്നാണ്. അപ്പോൾ ഈക്വൽ ടു 2 4 6. പിന്നെ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് 2 ആണ് കിട്ടുന്നത്, ഇവിടെയും 2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ബാക്കി നമുക്ക് എഴുതിപ്പോൾ 6 8 10 എക്സെട്ര. അപ്പോൾ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 2. ഇനി അതിലെ രണ്ടാമത്തത് സീക്വൻസ് ഓഫ് ദി നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് ഈക്വൽ ടു, അത് നമുക്ക് കിട്ടിയത്. അതെല്ലാം മുമ്പ് ചെയ്ത ക്വസ്റ്റിനകത്ത് നമ്മൾ എടുത്തെഴുതുന്നത് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ഒരു ക്വസ്റ്റിൽ മാത്രമേ നമ്മൾ കൃത്യമായി ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് നമ്മൾ എഴുതി സ്മോൾ സ്ക്വയേഴ്സും ലാർജ് സ്ക്വയേഴ്സും, സെക്കൻഡ് ക്വസ്റ്റിനും അത് എഴുതി. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്കത് ആ ആൻസർ തന്നെ എടുത്തിട്ട് എഴുതുന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതും നമ്മൾ ചെയ്തത് സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ്. നമുക്ക് കിട്ടിയ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ 2 4 6 8 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ സീക്വൻസ് ആയിട്ട് എഴുതി നോക്കി. അപ്പോൾ സീക്വൻസ് ആയിട്ട് ഇനി എഴുതുന്ന സ്റ്റെപ്പ് ഞാൻ എഴുതി കാണിക്കേണ്ട കാര്യമില്ല, കാരണം അറിയാം എല്ലാവർക്കും. 4 ൽ നിന്ന് 2 കുറച്ച് 2 കിട്ടും, 6 ൽ നിന്ന് 4 കുറച്ച് 2 കിട്ടും, 8 ൽ നിന്ന് 6 കുറച്ച് 2 കിട്ടും. അങ്ങനെ കോമൺ ഡിഫറൻസ് ഉണ്ട് എന്ന് ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്പ് എഴുതാത്തത്. കാരണം 10th പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ സീക്വൻസ് കണ്ടാൽ എന്തായാലും അത് കോമൺ ഡിഫറൻസ് ഉള്ളതാണെന്നും അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് ആ സ്റ്റെപ്പ് ഒന്നും എഴുതാത്തത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് മനസ്സിലാവും. അവിടെ 2 വെച്ചാണ് കൂടി പോകുന്നത് മനസ്സിലാവും. അപ്പോൾ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 2. ഇനി സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ആ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആൻസർ തന്നെ നോക്കിയാൽ മതി. അപ്പോൾ ലാർജ് സ്ക്വയേഴ്സിൻ്റെ എണ്ണം ആദ്യത്തിലൊന്നുമില്ല, 0 ആണ്. പിന്നെ കിട്ടിയത് 1 ആണ്, 2 ആണ്, 3 ആണ്. ഇനി പോയാൽ 4. ഇപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് 1 ആണ്, 1 വീതം കൂടി പോകുന്നതാണ്. ഫസ്റ്റ് ടൈം 0യും കോമൺ ഡിഫറൻസ് 1 ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് തന്നെ മനസ്സിലാവും. ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ദ കോമൺ ഡിഫറൻസ് 1. ഇനി അടുത്തത് അതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അതിൽ നിന്ന് നമ്മൾ ആൻസർ എടുക്കുന്നു. ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് നമുക്ക് ആദ്യത്തിന് കിട്ടിയത് 2 ആണ്, 2 പിന്നെ 5 ആണ്. ഇത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ കോപ്പി ചെയ്ത് ഇടുന്നതാണ്. ഇവിടെ 2 5 8. ഇനിയും നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കിയിട്ട് ആണെങ്കിൽ ബാക്കി എഴുതാം. അപ്പോൾ 2 3 ആണ് 5, 5 3 8, 8 3 11 ആണ്. അപ്പോൾ അടുത്ത നമ്പേഴ്സ് വന്നാൽ 2 3 5, 5 3 8, 8 3 11, 11 3 14 നമുക്ക് എഴുതാം, 14 3 17 എഴുതാം, എക്സെട്ര. അപ്പോൾ ഇത് 3 വെച്ച് കൂടി പോകുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പോൾ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ദ കോമൺ ഡിഫറൻസ്